ടൈ കിട്ടിയവന് മാത്രമല്ല ഇംഗ്ലീഷ്, കടത്തിണ്ണയിലിരുന്ന് കൈലിയും ബനിയനും ഇട്ട് ഞങ്ങളും പറയും ഇനി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തന്ന ഒരു വലിയ പാരിതോഷികമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. യൂട്യൂബ് എനിക്ക് തന്ന സിൽവർ പ്ലേ ബട്ടൺ, ഞാനെന്ന അധ്യാപികയെ, ഞാനെന്ന ടീച്ചറെ, ഓക്കെ, നിങ്ങൾ 1,00,000 പേര് അംഗീകരിച്ചതിന് എനിക്ക് തന്ന യൂട്യൂബ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ ഒരു സിൽവർ ബട്ടൺ. അപ്പോൾ ഇപ്പോൾ 1,50,000 ഉണ്ട് കേട്ടോ, 1 lakhൽ കിട്ടുന്നതാണിത്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് അൺബോക്സ് ചെയ്യണം, കാരണം നിങ്ങൾ കാരണമല്ല എനിക്കത് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺബോക്സിങ് ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ സിൽവർ പ്ലേ ബട്ടൺ, നിങ്ങൾ എനിക്ക് തന്ന ഗിഫ്റ്റ്. ഓക്കെ, ഇത്രയും നാൾ ഞാൻ പഠിപ്പിച്ചതിൽ 1 വർഷം കൊണ്ട് 14 വീഡിയോസ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതിന് യൂട്യൂബ് തന്ന എനിക്ക് തന്ന ഒരു ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട്. യൂട്യൂബിൻ്റെ CEO സൈൻ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. എന്താണ്, ഹോണർ യുവർ ഇംപ്രസീവ് മൈൽ സ്റ്റോൺ ഓഫ് റീച്ചിങ് 1 lakh സബ്സ്ക്രൈബേഴ്സ് വിത്ത് ദി സിൽവർ ക്രിയേറ്റഡ് അവാർഡ്. ഓക്കെ, ഇങ്ങനൊരു അവാർഡ് കൂടെ യൂട്യൂബ് എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാനിങ്ങനെ എൻ്റെ റൂമിൻ്റെ ചുമര് കാണിച്ചിട്ട് ഗ്രാമർ പഠിപ്പിക്കലല്ലേ പതിവ്. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാം കേട്ടോ. ഇത് ആലുവപ്പുഴയാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ അവിടെ വന്നിരുന്ന്, നമ്മളുടെ വഞ്ചിയാണിത്, അതിൽ വന്നിരുന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നിരിക്കണതാണ്. പിന്നെ കഴിഞ്ഞ വർഷമാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സനം നൗഫൽ കൗൺസിലർ എന്നുള്ള യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വർഷമാണ് തുടങ്ങുന്നത്. അന്ന് എൻ്റെ ഒരു കൊച്ചുമുറിയിൽ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് ആരും കാണാതെ, അതെടുത്ത് പറയണം കേട്ടോ, ഒരാളും അധികം ആരും കാണാതെ ഞാൻ എൻ്റെ കുഞ്ഞു ഫോണിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആയിരുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളി ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്, എന്നെ അംഗീകരിച്ചത്. അപ്പോൾ അതിലൊക്കെ ആദ്യത്തിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, കുറേ പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക്. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത്, ഇതുപോലെ നാട്ടുഭാഷയിൽ ക്ലാസ് എടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആദ്യത്തിലൊക്കെ ഒരുപാട് കളിയാക്കലുകൾ, പരിഹാസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിച്ച് വളർന്ന വ്യക്തിയാണ്. ഓക്കെ, ഫിനാൻഷ്യലി ആയാലും പഠിക്കാനായാലും എന്തിലായാലും ഞാൻ അങ്ങനെ ജീവിച്ച് വളർന്ന ഒരാളാണ്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ക്യാഷ് മുടക്കി പഠിക്കാൻ പറ്റാത്ത, വലിയ ട്യൂഷൻ സെൻറ്ററുകളിൽ പോകാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും, വലിയ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന് പോയി ചേരാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും, ഇൻ്റർവ്യൂസിന് പാസ്സാകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും, അതായത് ഒരുപാട് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അവർക്ക്, എന്നാൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് വലിയ സ്വപ്നമായിരിക്കും. പക്ഷേ അതൊന്നും എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരു കൈത്താങ്ങ് പോലെ എത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ലെറ്റേഴ്സ് പോലും അറിയാത്തവരുടെ മുമ്പിലേക്ക് ഇത്രയുള്ളൂ ഇംഗ്ലീഷ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ലെറ്റേഴ്സ് പോലും അറിയാത്തവർക്ക് ഒരിക്കലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിനൊന്നും പോയി ചേരാം എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. കാരണം ഒന്നും അറിയാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ മുന്നിലേക്ക് ഒരു കൈത്താങ്ങാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തതും, ഇത്രയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തതും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക്, മലയാളികളുടെ മുന്നിലേക്ക് ഇതുപോലെയുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യണം. ഇനിയും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുകയാണ് കേട്ടോ. ജീവനും ആയുസ്സും ഉണ്ടെങ്കിൽ, ആയുസ്സും ആരോഗ്യമുള്ളിടത്തോളം കാലം. ഓക്കെ, അപ്പോൾ അങ്ങനെ. പക്ഷെ കാലങ്ങൾ കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി, ഒരുപാട് കാലമൊന്നും കടന്നു പോയിട്ടില്ല, ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ ഒരുപാട് പ്രവാസികൾ, ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഓൺലൈനായിട്ട് കൂടി ഒന്ന് എടുത്തു തരുമോ, ഡൗട്ട്സ് ഒരുപാടുണ്ട്. വീഡിയോ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഡൗട്ട് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് എടുത്തു തരുമോ എന്ന് ഒരുപാട്
ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വന്നു. അപ്പോൾ ആദ്യത്തിലൊക്കെ ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു, ഞാൻ ഇത്ര വലിയ ആളൊന്നുമില്ല കേട്ടോ, വളരെ വളരെ സാധാരണക്കാരിയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാനുള്ള കഴിവോ തൻ്റെ ഇടമൊന്നും എനിക്കില്ല. ഇങ്ങനെ വീഡിയോസ് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അതൊന്നും ആദ്യത്തിൽ വേണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന് വിചാരിച്ച് ഒരു ഡിജിറ്റൽ റിവിഷൻ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ കീഴിലായിരുന്നു ആദ്യം, ഇപ്പോൾ അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ആപ്പിൻ്റെ കീഴിൽ ഞാനിങ്ങനെ നിങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ 300ഓളം ആളുകളാണ് എന്നെ വിശ്വസിച്ച് മാത്രം ജോയിൻ ചെയ്തത് കേട്ടോ. ഒരു പരസ്യത്തിൻ്റെയോ ഒരു ആഡ്സിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ എന്നെ മാത്രം വിശ്വസിച്ച് ജോയിൻ ചെയ്തവരാണ്. അത് ഞാൻ എടുത്തു പറയുന്നതാണ്, എന്നെ വിശ്വസിച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പോൾ 300ഓളം ആളുകളാണ് അന്ന് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏകദേശം ഞാൻ കോൺഫിഡൻ്റ് ആയി. കാരണം എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ലെറ്റേഴ്സ് പോലും അറിയാതെ വന്നവർ പോലും എന്നോട് പറയുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പറ്റുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയി. പിന്നെ രജിസ്ട്രേഷൻ വന്നപ്പോൾ ആദ്യത്തിൽ ഞാൻ ഇത് മുന്നോട്ട് ഒരുപാട് കൊണ്ടുപോകണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ രജിസ്ട്രേഷൻ വന്നപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആണ് എന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചിന് ഏപ്രിലിൽ തുടങ്ങുകയാണ് കേട്ടോ. ആദ്യത്തെ ബാച്ച് മാർച്ച് 25 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഏപ്രിലിലും 25 വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ബാച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ വന്നു. അങ്ങനെ മെയ്യിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 3 ബാച്ച് ഉണ്ട്. അടുത്ത ബാച്ച് നമ്മൾ ജൂണിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ 4 ബാച്ചോട് കൂടിയിട്ട് സനം നൗഫൽ കൗൺസിലർ എന്നുള്ള എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് സനം നൗഫൽ ഇംഗ്ലീഷ് അക്കാഡമി എന്നൊരു ബ്രാൻഡിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങൾ മാറ്റിയെടുത്തിരിക്കുകയാണ് കേട്ടോ. കാരണം ആദ്യത്തിൽ കളിയാക്കിയിരുന്ന, അതായത് ഇംഗ്ലീഷിന് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ്, കളിയാക്കിയിരുന്നവർ ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നെ ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് ഒരു അക്കാഡമി വരെ രൂപീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ കാരണമാണ് കേട്ടോ. കാരണം ഇതൊന്നും ഞാൻ കാരണമല്ല. കാരണം ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഇപ്പോൾ ഈ സറാം എടുത്താലും ഹാസാവാഡ് എടുത്താലും ഏതെടുത്താലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ പച്ച മലയാളത്തിലേക്ക് കൊണ്ടുവരാം എന്നതിൻ്റെ ആലോചനകളിലൂടെ ഉണ്ടായതാണ്. അല്ലാണ്ട് ഒന്നിൻ്റെയും തിയറിയുടെയോ മുൻ ആളുകളുടെ നിന്ന് കോപ്പി അടിച്ചതോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ മാത്രം ഇതിൽ ഞാൻ തനിയെ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടത്. അത് ബുക്കാവുന്നുണ്ട് കേട്ടോ, പബ്ലിഷ് ആകുക ഉടനെ തന്നെ. ലോക്ക്ഡൗൺ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ അത് പബ്ലിഷ് ആകും ഉടൻ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ഗ്രാമറും ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ക്ലാസ്സുകളുമായിരുന്നു ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അത് നിങ്ങൾ അംഗീകരിച്ചു. അത് പിന്നീട് ഒരു സനം നൗഫൽ ഇംഗ്ലീഷ് അക്കാഡമി എന്നുള്ളൊരു ബ്രാൻഡ് വരെ നിങ്ങൾ കാരണം എന്നെക്കൊണ്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു വർഷമായപ്പോഴേക്കും നമ്മളുടെ 1.5 വർഷമായി. ഇപ്പോൾ 1,50,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങളോട് ആരോടും തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊരു വാക്ക് പറയാറില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് ഒരു വാക്ക് പറയണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എടുത്തെങ്ങാനും ഇല്ല, ഞാൻ പറയില്ല. കാരണം എന്താണ്, നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് എന്നോട് എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളുടെ ക്ലാസ് കേൾക്കാവുന്നത് മാത്രമാണ്. കാരണം ഞാൻ ആരെയും കമ്പൽ ചെയ്തുകൊണ്ടോ ആരെയും ഫോഴ്സ് ചെയ്തുകൊണ്ടോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ഞാനിത് പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ, ഇത് നിങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോസിലും തന്നെ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. പിന്നെ യൂട്യൂബ് വാട്സപ്പ് ക്ലാസ്സും തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഫോഴ്സ് ചെയ്ത് ഞാൻ പറയാറില്ല വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന്. കാരണം ഞാൻ ഒന്നരാടം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ് മുടക്കി പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഇനി വാട്സപ്പ് ക്ലാസ് എനിക്ക് ക്യാഷ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം അത് നമ്മൾ ടീച്ചേഴ്സിനും പേഴ്സണൽ ട്രെയിനേഴ്സിനൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കോസ്റ്റൊക്കെ ഒരുപാടാവും. അപ്പോൾ അതെനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് മുടക്കി പഠിക്കാൻ പറ്റാത്തവർക്ക് യൂട്യൂബിൽ കറക്റ്റായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നരാടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അവരെ പഠിപ്പിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്, ആരും വിഷമിക്കരുത്. എൻ്റെ ക്ലാസ്സിന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ട് കേട്ടോ. ഹസ്ബൻഡ് സമ്മതിക്കണില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവരൊന്നും പേടിക്കേണ്ട. നിങ്ങളെയും ഞാൻ അവരെന്തൊക്കെ പഠിപ്പിക്കണോ അതൊന്നും നിങ്ങളെ പഠിപ്പിക്കാതിരിക്കില്ല. എല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ, എന്നിട്ടേ ഞാൻ നിർത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ കാണിക്കുക.
കാരണം വരും തലമുറയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈ കെട്ടിയവന് മാത്രമല്ല കടത്തിണ്ണയിലിരുന്ന് ഇനി ഞങ്ങളും പറയും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു സിൽവർ ബട്ടണൊന്നും ഒന്നും ആവില്ല കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ, നിങ്ങൾ എന്നോട് കാണിച്ച വിശ്വാസത്തിൻ്റെ മുന്നിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ, എന്താണ് കൈലിയും ബനിയനും ഇട്ട് ഞങ്ങളും പറയും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു അങ്ങനെയുള്ള കുറേ വാക്കുകളൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പാവങ്ങളുടെ ടീച്ചർ എന്നൊക്കെ പറയാറുണ്ട്. ഇതിലും വലുതാണോ ഈ സിൽവർ ബട്ടൺ? സിൽവർ ബട്ടൺ ഒന്നും എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഒന്നുമല്ല. പിന്നെ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളും അറിയണം, നിങ്ങളും കാണണം. കാരണം നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഒരു സിൽവർ ബട്ടൺ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമാണ് കേട്ടോ. അതിന് അർത്ഥം നിങ്ങളെക്കാൾ വലുത് ഒന്നും എനിക്ക് ഈ സിൽവർ ബട്ടൺ കൊണ്ടൊന്നും ആവില്ല. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്തതിലെല്ലാം. അപ്പോൾ ഇനി നമ്മൾ ഗ്രാമർ ക്ലാസ്സസ് ആയിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് വീണ്ടും അടുത്തടുത്ത ക്ലാസ്സുകളിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു കേട്ടോ. ഫുള്ളി അൺബോക്സിങ് വീഡിയോ ആണ്. ഇതൊന്നും ഞാൻ പഠിപ്പിക്കണില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഗ്രാമർ ക്ലാസ്സസും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസുമായിട്ട് കാണാം.